നമസ്കാരം, ഞാൻ ഡോക്ടർ കരിഷ്മ, കൺസൾട്ടന്റ് ENT സർജൻ, CM ഹോസ്പിറ്റൽ വടകര. കുട്ടികളിൽ വളരെ കോമൺ ആയി കണ്ടുവരുന്നതും എന്നാൽ പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നതുമായ ഒരു അസുഖമാണ് ക്രോണിക് അഡിനോയിഡ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ ക്രോണിക് അഡിനോയിഡൈറ്റിസ്. ഇതിനെ കുട്ടികളിലെ മൂക്കിലെ ദശവളർച്ച എന്നും പറയാറുണ്ട്. മൂക്കിന് പുറകുവശത്തായി നേസോഫാരിങ്സ് എന്ന ഭാഗത്തായാണ് അഡിനോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. അലർജി, ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ ഇവയെല്ലാം കാരണം കുട്ടികളിൽ അഡിനോയിഡ് ഗ്രന്ഥി അമിതമായി വീക്കം ഉണ്ടാവുകയും ഇത് കാരണം കുട്ടി എപ്പോഴും വായ തുറന്ന് ശ്വാസം എടുക്കേണ്ടി വരിക, ഉറക്കത്തിൽ കൂർക്കമ്പരി പോലെയുള്ള സൗണ്ട് ഉണ്ടാവുക, ഇടയ്ക്കിടെ ജലദോഷം, പനി, മൂക്കടഞ്ഞ പോലെയുള്ള സംസാരം, ചെവിയിൽ അണുബാധ, കേൾവിക്കുറവ് എന്നീ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാകാം. കൂടാതെ എപ്പോഴും വായ തുറന്ന് ശ്വാസം എടുക്കുന്നതിനാൽ കുട്ടിയുടെ മുകൾ ഭാഗത്തെ മോണയും പല്ലുകളും മുന്നോട്ട് തള്ളി വരുവാനും ഇതുപോലെ മുഖത്തിന്റെ ആകൃതിയിൽ വ്യത്യാസം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. മൂക്കിന്റെ എൻഡോസ്കോപ്പി പരിശോധനയിലൂടെയോ എക്സ്റേയിലൂടെയോ ഇത് എളുപ്പത്തിൽ ഡയഗ്നോസ് ചെയ്യാൻ കഴിയും. മൈൽഡ് ആയിട്ടുള്ള അഡിനോയിഡ് ദശ മരുന്നുകളിലൂടെയും എന്നാൽ സിവിയർ ആയിട്ടുള്ളതോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതോ ആയ കണ്ടീഷൻസ് ഓപ്പറേഷനിലൂടെയും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. നിങ്ങളുടെ കുട്ടിക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ തോന്നുകയാണെങ്കിൽ മടിച്ചു നിൽക്കാതെ ഉടനെ ഒരു ENT ഡോക്ടറെ സമീപിച്ച് ചികിത്സ തേടേണ്ടതാണ്. അഡിനോയിഡ് ദശ നീക്കം ചെയ്യുന്ന അഡിനോയിഡക്ടമി ഓപ്പറേഷൻ ഇപ്പോൾ CM ഹോസ്പിറ്റലിലും അവൈലബിൾ ആണ്.